കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ആക്സലറേഷൻ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. 9th സ്റ്റാൻഡേർഡിലെ ആക്സലറേഷൻ വരെയാണ് പഠിച്ചത്. അപ്പോൾ നമുക്കിനി അടുത്ത ആ ചാപ്റ്ററിന്റെ തുടക്കം എന്ന് പറയുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. ഇത് ഫുള്ള് ഗ്രാഫിന്റെ ഇതേ ഉള്ളൂ. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, അങ്ങനെ ഒരുപാട് ഗ്രാഫുകളുണ്ട്. ഗ്രാഫ് പേപ്പറിൽ വെച്ചുള്ള ഒരുപാട് പിക്ചറിൽ ഉള്ള ഒരു പ്രോബ്ലംസ് ആണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് ഗ്രാഫ് പേപ്പർ ഇവിടെ ഇല്ല, അതുകൊണ്ട് അതിൻ്റെതായ പരിമിതികൾ ഇവിടെ ഉണ്ട്. അപ്പൊ ആദ്യം പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ അതിന്റെ ടൈമിനനുസരിച്ചുള്ള മാറ്റം. ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ഓരോ ടൈം മാറും തോറും അതിന്റെ പൊസിഷനിലുണ്ടാകുന്ന ചേഞ്ച് നമുക്ക് ഗ്രാഫിക്കലായിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. ആയതിനാൽ ആദ്യം ഒരു ഗ്രാഫ് എന്താണെന്ന് പഠിക്കണം. ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. രണ്ട് ആക്സിസ് ഉണ്ട് ഗ്രാഫിന്. രണ്ട് ആക്സിസ് പ്രധാനമായി എക്സ് ആക്സിസ്, വൈ ആക്സിസ്. എക്സ് ആക്സിസും വൈ ആക്സിസും പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നത് വൈ ആക്സിസ്, പാരലൽ ആയിട്ട് പോകുന്നത് എക്സ് ആക്സിസ്. ഈ രണ്ട് ആക്സിസും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഒറിജിൻ എന്ന് പറയുന്നത്. ഒറിജിൻ എന്ന് പറഞ്ഞാൽ തുടക്കം. ഈ രണ്ട് ആക്സിസും വന്ന് മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് O. അപ്പൊ നമ്മൾ ഈ ഇങ്ങോട്ടുള്ള റൈറ്റ് സൈഡിലുള്ള എക്സ് ആക്സിസ് എന്നും ഇതിനെ എക്സ് ഡാഷ് ആക്സിസ് എന്നും എടുക്കാം. എക്സ് ഡാഷ്. പിന്നെ ഇതിനെ മുകളിലോട്ടുള്ളത് വൈ ആക്സിസ് എന്നും താഴെ വൈ ഡാഷ് ആക്സിസ് എന്നും പറയാം. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഒരു ഗ്രാഫിന് ഈ പൊസിഷൻ ടൈം ഗ്രാഫ്, ഒരു വസ്തുവിന്റെ പൊസിഷൻ ഓരോ ടൈം കൂടുന്തോറും അതിന്റെ പൊസിഷൻ എങ്ങനെയാണ് ചേഞ്ച് ചെയ്തതെന്ന് നമുക്ക് ഗ്രാഫ് വഴി തിരിച്ചറിയാൻ പറ്റും. ആ ഗ്രാഫ് നമുക്ക് വരയ്ക്കുമ്പോൾ അതിന്റെ കൃത്യമായ സ്പീഡ് എങ്ങനെയാണ്, ആ സ്പീഡിന്റെ നേച്ചർ, വളരെ വേഗത്തിലാണോ പോയത് അല്ലെങ്കിൽ ഓരോ സെക്കൻഡ് ഇന്റർവെല് കഴിയുന്നതോറും മാറിയാണോ വന്നതെന്നൊക്കെ തിരിച്ചറിയാൻ നമുക്ക് ഗ്രാഫ് വഴി പറ്റും. അപ്പൊ നമുക്ക് ആദ്യം എപ്പോഴും ശ്രദ്ധിക്കുക, ടൈം എപ്പോഴും എക്സ് ആക്സിസിലെടുക്കും. ടൈം എപ്പോഴും എക്സ് ആക്സിസ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ടൈം എപ്പോഴും എക്സ് ആക്സിസിലെ ടൈം എടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് പൊസിഷൻ, നമ്മൾ ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്താലും ടൈം എപ്പോഴും എക്സ് ആക്സിസിലെ എടുക്കത്തുള്ളൂ. ഇനി അടുത്ത പൊസിഷൻ നമുക്ക് വൈ ആക്സിസ് എടുക്കാം. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും കിട്ടുന്ന ഡിസ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് അതിന്റെ യൂണിറ്റ് മീറ്ററിൽ കൊടുത്തേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സെക്കൻഡിലും അത് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു അല്ലെങ്കിൽ ഓരോ സമയത്ത് എത്ര ഡിസ്റ്റൻസ് വെച്ചാണ് അത് മൂവ് ചെയ്തത് എന്ന് അറിയാൻ വേണ്ടിയാണ് പൊസിഷൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ യൂണിറ്റ് മീറ്റർ ആയി. ഇനി നമുക്ക് നമ്പേഴ്സ് ഡിനോട്ട് ചെയ്യാം. സീറോ ആയതിനാൽ ഒറിജിൻ 0. ഇവിടെ 0, അവിടെ 0. അടുത്ത ടൈം 1 സെക്കൻഡ്, 2, 3, 4, 5, 6. ഇത് നിങ്ങൾ റെപ്രസെന്റ് ചെയ്തത് ഗ്രാഫ് പേപ്പറിലാണ്. അതുകൊണ്ട് ഗ്രാഫ് പേപ്പർ ഇവിടെ ഇല്ലാത്തതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. ഈ ഗ്രാഫ് പേപ്പറിൽ നിങ്ങൾ ഡിനോട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള വാല്യൂസ് കിട്ടും. 0, 1, 2, 3, 4, 5, 6. 5 വരെ കൊടുത്തിട്ടുള്ളൂ, ഞാൻ 6 കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അടുത്ത പൊസിഷൻ നമുക്ക് നോക്കാം. പൊസിഷൻ 0, 2, 6, 8, 10. അപ്പൊ രണ്ട് ആക്സിസിൽ നമ്മൾ വാല്യൂസ് എല്ലാം ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ടൈം കൊടുത്തിട്ടുണ്ട്, പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം 0 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ എവിടെയാണ്? 0 സെക്കൻഡ് ആയപ്പോൾ രണ്ടുപേരും റെസ്റ്റിലാണ്. 0 സെക്കൻഡില് ആ ബോഡിക്ക് ഒരു ചേഞ്ചും വന്നിട്ടില്ല. 0 മീറ്റർ അവിടെ റെസ്റ്റിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ടൈം 1 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ എത്രയായി? 2 മീറ്റർ. അതായത് നമുക്ക് അടയാളപ്പെടുത്താം. ടൈം 1 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ നോക്കുമ്പോൾ ഈ ആക്സിസ് വേണം നോക്കാം. പൊസിഷൻ നോക്കുമ്പോൾ വൈ ആക്സിസ് വേണം നോക്കാൻ. ടൈം ആണ് എക്സ് ആക്സിസ്. പൊസിഷൻ നോക്കുമ്പോൾ ടൈം 1 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 2 മീറ്റർ എത്തി. ഇനി അടുത്തത് ടൈം 3 സെക്കൻഡ് ആയപ്പോൾ നോക്കിയോ, ടൈം 3 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ എത്ര? 6. ടൈം 3 ആയപ്പോൾ പൊസിഷൻ 6. ഇനി അടുത്തത് ടൈം 4 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 8 മീറ്റർ. നോക്കിക്കോളൂ, 8 മീറ്റർ എവിടെയാണ്? 8 മീറ്റർ അവിടെ ഡിനോട്ട് ചെയ്തിട്ടില്ല. 8 മീറ്റർ സോറി, ഇവിടെ പൊസിഷൻ 8 മീറ്റർ.
ടൈം 4 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 8 മീറ്റർ. പൊസിഷൻ 8 മീറ്റർ ഇതാ ഇവിടെ. ഇനി അടുത്തത് ടൈം 5 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ എത്ര? പൊസിഷൻ 10 മീറ്റർ. 10 മീറ്റർ ഇതാ ഇവിടെ. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടെ ഈ ടൈമിന് പൊസിഷൻ അനുസരിച്ചുള്ള പോയിന്റ് എല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ടൈം 1 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 2 മീറ്റർ, 3 ആയപ്പോൾ 6, 4 ആയപ്പോൾ 8, 5 ആയപ്പോൾ 10. അത് കൃത്യം നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഓരോ പോയിന്റ് ആയിട്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പോയിന്റ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് തന്നെ കൃത്യമായി കാണാൻ പറ്റും. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് ഈ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത്. അതായത് ടൈം കൂടുന്നതിനനുസരിച്ച് ഒരു കൃത്യമായ ഒരു നമ്പർ കറക്റ്റ് ഓരോ പൊസിഷനിൽ ജമ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഈ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ, അതായത് ഈ ഗ്രാഫിന്റെ ഷേപ്പ് വെച്ച് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. ഓരോ ടൈം കൂടുന്നതോറും പൊസിഷൻ എന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് എടുത്താലും കുഴപ്പമില്ല. ഓരോ ടൈമിലും ഒരു കൃത്യമായ ഒരു ടൈം അത് കവർ ചെയ്യുന്നു, ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട്. ആയതിനാൽ ഇപ്പൊ കിട്ടിയ ലൈൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ബോഡി പോകുന്നത് യൂണിഫോം മോഷനാണ്. നിങ്ങൾ എവിടെ ശ്രദ്ധിച്ചു നോക്കിയാലും ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണോ അത് യൂണിഫോം മോഷനിലായിരിക്കും. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഡ് അല്ലെങ്കിൽ ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്ത് പോകുന്നതിനാണ് എന്ത് പറയുന്നത്? യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. യൂണിഫോം മോഷൻ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ഇത് ഏത് തരം മോഷനാണ്, യൂണിഫോം ആണോ അതോ നോൺ യൂണിഫോം ആണോ ചോദിക്കും. ഇപ്പൊ യൂണിഫോം മോഷൻ കാരണം സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഗ്രാഫ് സ്ട്രെയിറ്റ്, പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണോ അത് എന്ത് മോഷനാണ്? യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഡിൽ പോകുന്നതിനെ പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ. ഇനി നിങ്ങൾക്ക് ചോദിക്കുന്ന വേറൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം 4 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ എത്രയാ? ടൈം 4 സെക്കൻഡ് ആയപ്പോൾ ആ ബോഡിയുടെ പൊസിഷൻ എത്ര മീറ്റർ ആണ് സ്ഥിരം ചോദിക്കുന്നത്. സ്ഥിരം ഇപ്പൊ 3 സെക്കൻഡ് ആവാം, 1 സെക്കൻഡ് ആവാം, ഏതോണം ചോദിക്കാം. അത് ഇനി ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. വേറെ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. ഈ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നുണ്ട്. ടൈം 4 സെക്കൻഡ് ആകുമ്പോൾ പൊസിഷൻ എത്ര നോക്കും. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 4 സെക്കൻഡ് ഈ പോയിന്റിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ നമ്മൾ വരയ്ക്കും. വരച്ചു. ഇനി നമ്മൾ y ആക്സിസ് ഈ പോയിന്റ് എവിടെയാണോ, ആ ഗ്രാഫിന്റെ എവിടെയാണോ അത് മീറ്റ് ചെയ്തത് അവിടെ നിന്ന് ആ y ആക്സിസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ആ പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഡിനോട്ട് ചെയ്യും. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന സ്പേസ്, ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്തത് 4 സെക്കൻഡ് ആയപ്പോൾ അത് എത്രയെത്തി? പൊസിഷൻ എത്ര? 8 മീറ്റർ എത്തി. 4 സെക്കൻഡ് ആയപ്പോൾ ബോഡിയുടെ പൊസിഷൻ 8 മീറ്റർ. ഇനി നിങ്ങളടുത്ത് ടൈം 10 സെക്കൻഡ്, അതായത് 10 സെക്കൻഡ് കാര്യം ഈ ബോക്സിൽ എഴുതിയിട്ടില്ല. 10 സെക്കൻഡ് ആണെങ്കിൽ പോലും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എവിടെ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരയ്ക്കണം. എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ചതിന് ശേഷം അടുത്ത അതിന്റെ പൊസിഷൻ നോക്കണം. ഈ y ആക്സിസിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. ഇത് രണ്ടുപേരും കൂടെ എവിടെ വെച്ചാണോ മീറ്റ് ചെയ്യുന്നത് അതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള പൊസിഷൻ. സ്ഥിരം ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ യൂണിഫോം മോഷൻ. ഈ സ്ഥിരം ചോദിക്കുന്നതാണ് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണോ അതിന്റെ ഷേപ്പാണ്. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് എന്ത് മോഷനാണ്? യൂണിഫോം മോഷനാണ്. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അത് യൂണിഫോം മോഷനാണ്. സ്ഥിരം ചോദിക്കുന്നതാണ്. ഗ്രാഫ് ചിലപ്പോൾ രണ്ട് തരം ഗ്രാഫ് തരും. ഒന്നിന്റെ ഷേപ്പ് ഇല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിരിക്കും. ചില ഒരെണ്ണം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇത് എക്സാമിന് ചോദിക്കും, ഇതിൽ ഏത് ഗ്രാഫാണ് യൂണിഫോം മോഷൻ സൂചിപ്പിക്കുന്നത് ചോദിക്കും. യൂണിഫോം മോഷൻ ചോദിക്കുന്നത് ഏത് ഗ്രാഫാണ് യൂണിഫോം മോഷൻ എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ ഏതാണോ
അത് ആ ഗ്രാഫ് സൂചിപ്പിക്കുന്നതാണ് ഏത് യൂണിഫോം മോഷൻ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. അടുത്ത ഒരു പ്രോബ്ലം നോക്കാം. ടൈം പൊസിഷൻ. ഫുൾ ഗ്രാഫേ ഉള്ളൂ. ടൈം പൊസിഷൻ 0 സെക്കൻഡിലെത്തിയപ്പോ പൊസിഷൻ 0. അതായത് റെസ്റ്റ്. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ബോഡിക്ക് മാറ്റമൊന്നുമില്ല. അടുത്ത ടൈം 2 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 5 മീറ്റർ. ടൈം 4 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 20 മീറ്റർ. ടൈം 6 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 26 മീറ്റർ. അടുത്ത ടൈം 8 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 44. അത് കഴിഞ്ഞ് ടൈം 10 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 50 മീറ്റർ. അപ്പൊ നമുക്ക് നേരത്തെ ഡിനോട്ട് ചെയ്തതുപോലെ നമുക്ക് ഇവിടെ വീണ്ടും ഡിനോട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പൊസിഷൻ y ആക്സിസ്, ടൈം x ആക്സിസ്. വളരെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാൻ പാടില്ല. ആദ്യം പൊസിഷൻ നോക്കണം. പൊസിഷൻ ഇവിടെ 0 തൊട്ട് 50 വരെ ഉണ്ട്. 0 തൊട്ട് 50 വരെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ 1 2 3 4 5 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്രാഫ് വളരെ വലുതായിരിക്കും. പേപ്പറിൽ പോലും ചിലപ്പോൾ നിൽക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയെന്ന് പറഞ്ഞാൽ ആദ്യം തുടക്കവും അവസാനവും നോക്കണം. 0 to 50 വരെ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 5 10 15 20 25 അങ്ങനെയും പോകാം. പക്ഷെ അതായാൽ പോലും ഈ ഗ്രാഫ് വളരെ നീണ്ടുപോകും. അതിനേക്കാൾ ഏറ്റവും എളുപ്പമാണ് ഏത് 10 20 30 40 50. ഇതിലും ഒരു കാര്യം ശ്രദ്ധിക്കാനോ, ഒരേ നമ്പറാണ് ആഡ് ചെയ്ത് പോയിട്ടുള്ളത്. ഒരേ നമ്പർ 10 20 30 40 50 10 20 30 40 10 വെച്ചാണ് കൂടി പോയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഗ്രാഫ് എടുക്കുമ്പോഴും ആ യൂണിറ്റ് എടുക്കുമ്പോൾ ഒരേ നമ്പർ മാത്രമേ കൂടി പോകാൻ പാടുള്ളൂ. ഇത് y ആക്സിസ്, x ആക്സിസ് സെയിം അതുപോലെ തന്നെ ആയിരിക്കും. ഇവിടെ ടൈം നോക്കിയേ 0 to 10 വരെ ഉണ്ട്. 0 to 10 വരെ വേണമെങ്കിൽ 1 2 3 4 5 അങ്ങനെയും പോകാം. ഇപ്പോഴേ എടുക്കാൻ പോകുന്ന 2 4 2 4 6 8 10. ഇതാണ് ഇവിടെ ഏറ്റവും എളുപ്പമായിട്ട് എടുക്കാൻ കഴിയുന്നത്. ഒരേ നമ്പർ തന്നെയാണ് ആഡ് ചെയ്ത് പോയിട്ടുള്ളത്. 2 2 2 2 2 4 6 8 10. നിങ്ങൾ എക്സ് ആക്സിസും y ആക്സിസും എടുക്കാതെ എപ്പോഴും ടൈം എക്സ് ആക്സിസിലായിരിക്കും. പൊസിഷൻ y ആക്സിസിലായിരിക്കും. അതുപോലെ തന്നെ സ്കെയിൽ എടുക്കാൻ നേരത്തും വളരെ ശ്രദ്ധിക്കണം. സ്കെയിൽ എന്ന് ഉദ്ദേശിച്ചത് യൂണിറ്റ് ആണ്. ഒരേ നമ്പർ തന്നെയാണ് ആഡ് ചെയ്ത് പോകുന്നത്. അല്ലാതെ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ പൊസിഷൻ 0 5 20 26 45 ആ നമ്പർ അല്ല കൊടുക്കേണ്ടത്. ഈ നമ്പർ അല്ല കൊടുക്കേണ്ടത്. കറക്റ്റ് ആ വാല്യൂ അല്ല കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്കെയിൽ എടുക്കാം. പക്ഷെ ഒരേ നമ്പർ ആയിരിക്കണം ആഡ് ചെയ്ത് പോകേണ്ടത്. 10 20 30 40 50 ഈ നമ്പർ അല്ല എടുക്കേണ്ടത്. അതേ റേഞ്ചിൽ ഏകദേശം നിങ്ങൾ ഗ്രാഫ് മനോഹരമായിട്ട് വരയ്ക്കാൻ കഴിയുന്ന രീതിയിൽ വേണം യൂണിറ്റ്സ് എടുക്കാൻ, അല്ലെങ്കിൽ വളരെ വലുതായി പോകും. അപ്പൊ നമുക്ക് നോക്കാം. ടൈം 0 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 0. അതുകൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. റെസ്റ്റിൽ തന്നെ നിൽക്കുകയാണ് ഒറിജിനൽ. ഇനി അടുത്ത് നോക്കാം. ടൈം 2 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ എത്രയാണ്? 5 സെക്കൻഡ്. നമ്മൾ കൃത്യം 5 എന്നുള്ള നമ്പർ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളെ ഗ്രാഫ് പേപ്പറിൽ അറിയാൻ പറ്റും. ഗ്രാഫ് പേപ്പറിൽ 10 യൂണിറ്റ്സ് 0 10 യൂണിറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ നമുക്കത് അറിയാൻ പറ്റില്ല. കാരണം ബോർഡിൽ നമുക്ക് അങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരു ഏകദേശം കണക്കെടുക്കാം. 0 മുതൽ 10 വരെ ഇവിടെയാണ്. അപ്പോ ഒരു 5 എന്ന് പറഞ്ഞാൽ അതിന്റെ നേർ പകുതിയായിട്ട് വരും. ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇപ്പൊ 2 സെക്കൻഡിൽ എത്ര മീറ്റർ സഞ്ചരിച്ചു? 5 മീറ്റർ. ഏകദേശം ഇവിടെ ആയിട്ട് കൊടുത്തു 5 മീറ്റർ. ഇവിടെ. ഇനി അടുത്തത് 4 സെക്കൻഡ് ആയപ്പോൾ എത്ര എത്തി? 4 സെക്കൻഡ് ആയപ്പോൾ 20 മീറ്റർ. 20 മീറ്റർ കൃത്യം ഇവിടെ അടയാളപ്പെടുത്തിട്ടുണ്ട്. 4 സെക്കൻഡ് ആയപ്പോൾ 20. ആ 4 നേരെ പോയിട്ട് ഇവിടെ ഒരു പോയിന്റ് ഇട്ടേക്കാണ്. അടുത്തത് 6 സെക്കൻഡ് ആയപ്പോൾ 26. 6 സെക്കൻഡ് ആയപ്പോൾ എത്രയാണ്? 26. 6 സെക്കൻഡ് ആയപ്പോൾ 26 മീറ്റർ. 6 സെക്കൻഡ് ഇവിടെ കൃത്യം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 26 കൃത്യമായിട്ട് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഏകദേശം എന്തായാലും 26 എന്ന് പറയുന്ന വാല്യൂ 30യേക്കാൾ മുകളിലല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 30യുടെ തൊട്ട് താഴെ ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പറിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഗ്രാഫ് പേപ്പറിൽ കൃത്യം യൂണിറ്റ്സ് അറിയാൻ പറ്റും. അതായത് 0 to 10 വരെ ഓരോ യൂണിറ്റ് ആയിട്ട് കൃത്യം അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് ഇത് ഡിനോട്ട് ചെയ്യാൻ കഴിയില്ല.
ഇപ്പൊ 26 എന്ന് പറയുന്നത് ഈ 30യുടെ തൊട്ട് കുറച്ച് താഴെ ആയിട്ട് വരും. അപ്പൊ നമുക്ക് അതും ഡിനോട്ട് ചെയ്യാം. 6 സെക്കൻഡ് ആയപ്പോൾ 26 ഏകദേശം ഇവിടെ ആയിട്ട് നിങ്ങൾ ഡിനോട്ട് ചെയ്ത് 6. ഇനി അടുത്തത് 8 ആയപ്പോൾ എത്രയാണ്? 8 ആയപ്പോൾ 44. 8 ആയപ്പോൾ എത്രയാണ്? 44. 8 ആയപ്പോൾ 44 ഏകദേശം ഇവിടെ 40, ഇവിടെ 50. 44 നമ്മൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും. നിങ്ങൾ ഗ്രാഫ് പേപ്പർ കൃത്യം അറിയാൻ പറ്റും, പക്ഷെ ഇവിടെ നമുക്കത് അറിയാൻ കഴിയില്ല. 44. അടുത്ത 10 സെക്കൻഡ് ആയപ്പോൾ എത്രയാണ്? 10 സെക്കൻഡ് ആയപ്പോൾ 50. 10 സെക്കൻഡ് ആയപ്പോൾ 50 ഏകദേശം ഇവിടെ ആയിട്ട് വരും 50. ഇപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ നേരത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഗ്രാഫ് ചരിഞ്ഞു പോകും. അതായത് യൂണിഫോം മോഷനിലായിരിക്കില്ല നിങ്ങൾക്ക് ഈ ഗ്രാഫ് കിട്ടുന്നത്. നിങ്ങൾ വരച്ചു നോക്കുമ്പോൾ ഇവിടെ ഞാൻ ഈ വരയ്ക്കുമ്പോൾ ഈ ഗ്രാഫ് നമുക്ക് കൃത്യമായിട്ട് ഡിനോട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഗ്രാഫിന്റെ ഷേപ്പ് മാറിപ്പോയി. കൃത്യമായിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ വരച്ചു നോക്കിയാൽ നിങ്ങൾ ഗ്രാഫ് പേപ്പർ എടുത്തിട്ട് കൃത്യമായിട്ട് ആ സ്കെയിൽ വെച്ച് വരച്ചു നോക്കുമ്പോൾ ഗ്രാഫ് കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കില്ല പോകുന്നത്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഷേപ്പിലായിരിക്കില്ല കിട്ടുന്നത്. നിങ്ങൾ വരച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ ഈ ഗ്രാഫ് പേപ്പർ അല്ലാത്തതുകൊണ്ടുള്ള പോരായ്മ കൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ ഒരു ഷേപ്പ് വന്നത്. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഒരിക്കലും കിട്ടില്ല, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ യൂണിഫോം മോഷൻ ആണെങ്കിൽ മാത്രമേ ഗ്രാഫ് എന്തായിരിക്കുള്ളൂ? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. യൂണിഫോം മോഷൻ ആണെങ്കിൽ മാത്രമേ സ്ട്രെയിറ്റ് ലൈൻ. യൂണിഫോം മോഷൻ സ്ട്രെയിറ്റ് ലൈൻ ആണോ അത് യൂണിഫോം മോഷൻ? നമുക്ക് കിട്ടിയത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. നമുക്ക് കിട്ടിയത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. അതുകൊണ്ട് തന്നെ അത് എന്ത് മോഷനാണ്? നോൺ യൂണിഫോം മോഷൻ. മലയാളത്തിൽ സമവേഗമെന്ന്, യൂണിഫോം മോഷനെ സമവേഗമെന്നും നോൺ യൂണിഫോം മോഷനെ അസമവേഗമെന്നും നമ്മൾ പറയും. മലയാള മീഡിയംകാർ ശ്രദ്ധിക്കണം. യൂണിഫോം മോഷൻ ആണ്, അതായത് സമവേഗമാണെങ്കിൽ ഗ്രാഫിന്റെ, അതായത് പൊസിഷൻ ടൈം ഗ്രാഫ്, സ്ഥാന സമയ ഗ്രാഫ്, സ്ട്രെയിറ്റ് ലൈൻ അതായത് നേർരേഖയാണെങ്കിൽ അത് സമവേഗവും, സ്ഥാന സമയ പൊസിഷൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു നേർരേഖ അല്ലാതെ ഷേപ്പ് ഒന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ അത് അസമ വേഗത്തിലായിരിക്കും പോകുന്നത്. അപ്പൊ ഇത്രയാണ് ഈ ഗ്രാഫിനെ പറ്റി പറയാനുള്ളത്. ഈ ഗ്രാഫിനെ പറ്റി കൃത്യമായിട്ട് പറയാം. നമുക്ക് നേരത്തെ ഡിനോട്ട് ചെയ്തതുപോലെ നമുക്ക് കൃത്യം ഇതിൽ നിന്ന് അറിയാൻ പറ്റത്തില്ല. 6 സെക്കൻഡിൽ എത്രയാണ് പോകുന്നത് നമുക്ക് ഗ്രാഫ് വഴി നമുക്ക് അറിയാൻ പറ്റും. 26 ഇവിടെ ഗ്രാഫ് പേപ്പറിൽ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യേണ്ടി വന്നത്. 6 സെക്കൻഡ് 26, 8 സെക്കൻഡ് 44, 10 സെക്കൻഡ് 50. ഇത് കൃത്യമായ ഒരു ദൂരമല്ല കൈവരിക്കുന്നത്. ഓരോ സെക്കൻഡിലും കൃത്യമായ ദൂരമല്ല കൈവരിക്കുന്നത്. ആയതിനാൽ നമുക്ക് അടുത്ത 12 സെക്കൻഡിൽ എത്ര 50 കഴിഞ്ഞ അടുത്ത് എത്രയാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം അത് അസമവേഗമാണ്. നോൺ യൂണിഫോം മോഷനാണ്. നോൺ യൂണിഫോം മോഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് അതിന് ഇഷ്ടമുള്ള ദൂരമായിരിക്കും അത് സഞ്ചരിക്കുന്നത്. എവിടെ അതായത് 50 ആണെങ്കിൽ അടുത്ത് ഇനി 51 ആവാം, ചിലപ്പോൾ 100 ആവാം, ഏത് വേണോ ആകാം. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി എടുക്കാൻ കഴിയില്ല. നിങ്ങൾ എക്സാമിന് ചോദിക്കുന്നത് ഗ്രാഫ് നേർരേഖയാണോ അത് സമവേഗം, ഗ്രാഫ് നേർരേഖ അല്ലാതെ പോവുകയാണെങ്കിൽ അത് അസമവേഗം. ഗ്രാഫ് അതായത് ഇംഗ്ലീഷ് മീഡിയം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ യൂണിഫോം മോഷൻ, ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ നോൺ യൂണിഫോം മോഷൻ. ഇത്രയാണ് ഈ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഈ പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് പഠിക്കാൻ നമുക്ക് ഇത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് ഗ്രാഫ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഗ്രാഫിന്റെ ഷേപ്പ് തരും. ഇത് യൂണിഫോം മോഷൻ ആണോ നോൺ യൂണിഫോം മോഷൻ ആണോ, അതായത് സമവേഗമാണോ അസമവേഗമാണോ. അപ്പൊ നിങ്ങൾ കാരണം എന്തുകൊണ്ട് സമവേഗമായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉത്തരം എഴുതാൻ കാരണമായി. അപ്പൊ സമവേഗമാണെങ്കിൽ നിങ്ങൾ എഴുതണം ഇവിടെ സ്ഥാന സമയ ഗ്രാഫ് നേർരേഖയിലായതുകൊണ്ടാണ് ഈ വസ്തു സമവേഗത്തിൽ സഞ്ചരിക്കുന്നത് എന്ന് കൃത്യമായി എഴുതണം. ഫോർ ഇംഗ്ലീഷ് മീഡിയം ചോദിക്കും എന്തുകൊണ്ട് വൈ ദിസ് ഗ്രാഫ് ഡിനോട്ട്സ് യൂണിഫോം മോഷൻ സ്ഥിരം ചോദിക്കും. അപ്പൊ നിങ്ങൾ എഴുതണം ദിസ് ഗ്രാഫ് ഈസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ, സോ ദ ബോഡി ഈസ് മൂവിംഗ് വിത്ത് എ യൂണിഫോം മോഷൻ എന്ന് കൃത്യമായി എഴുതണം. നിങ്ങൾ കൃത്യമായ ആ ഒരു റീസൺ കൃത്യമായിട്ട് എഴുതണം. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ടാണ് യൂണിഫോം മോഷൻ. അടുത്ത നമുക്ക് ശ്രദ്ധിക്കേണ്ട വേറൊരു ഗ്രാഫാണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് പൊസിഷൻ ടൈം ഗ്രാഫ്.
അതായത് സ്ഥാന സമയ ഗ്രാഫ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് അഥവാ പ്രവേഗ സമയ ഗ്രാഫ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതായത് പ്രവേഗം എന്ന് പറഞ്ഞാൽ സ്ഥാനാന്തരം ഭാഗം സമയം. ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ എടുത്തതുപോലെ തന്നെയാണ് ടൈം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ടൈം എപ്പോഴും എക്സ് ആക്സിസിനെ എടുക്കത്തുള്ളൂ. എക്സ് ആക്സിസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാം. എക്സ് ആക്സിസിനെ ടൈം ഡിനോട്ട് ചെയ്തിട്ടുള്ളൂ. എക്സ് ടൈം സെക്കൻഡ്. എക്സ് ആക്സിസിന് മാത്രമേ നമ്മൾ ടൈം എടുക്കത്തുള്ളൂ. അടുത്ത വെലോസിറ്റി. ഇവിടെ നേരത്തെ പൊസിഷൻ ആയിരുന്നു, സ്ഥാനമായിരുന്നു. ഇപ്പൊ ഇവിടെ പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. പ്രവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് നോക്കാം ഓരോ സമയത്തിനും, അതായത് സമയം കൂടുന്തോറും വെലോസിറ്റിക്ക് വന്ന മാറ്റം എന്താണ് നമുക്ക് നോക്കാം. നോക്കാം. രണ്ട് പ്രവേഗം 2 സെക്കൻഡ് ആയപ്പോൾ വെലോസിറ്റി അതായത് പ്രവേഗം എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്. കൃത്യം നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. കറക്റ്റ് ഗ്രാഫിക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോ യൂണിറ്റുകളും ഒരേ നമ്പർ വെച്ചാണ് അടിയത് പോയിട്ടുള്ളത്. ഇവിടെ 0, 5, 10, 15, 20 5 വെച്ച് കൂടിയാണ് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം, പക്ഷെ ഓരോന്നും ജമ്പ് ചെയ്ത് പോകുമ്പോൾ ഒരേ വാല്യൂ ആയിരിക്കണം, മാറി പോകേണ്ടത്. ഇവിടെ അതുപോലെ തന്നെ 2, 4, 6, 8, 10. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, 2 സെക്കൻഡ് ആയപ്പോൾ വെലോസിറ്റി എത്രയാണെന്ന് നമുക്ക് നോക്കാം. 10 മീറ്റർ പെർ സെക്കൻഡ്. 2-ലെത്തിയപ്പോൾ 10. ഇനി അടുത്ത 4-ലെത്തിയപ്പോൾ എത്രയാണ്? 4-ലെത്തിയപ്പോൾ എത്രയാണ്? 4-ലെത്തിയപ്പോൾ 10. 4-ലെത്തിയപ്പോഴും 10. ഇവിടെ അതിന് മുമ്പ് ഒരു കാര്യം, ടൈം 0 സെക്കൻഡിൽ എത്തിയപ്പോഴും എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇവിടെ തന്നെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ഡിനോട്ട് ചെയ്യും. കാരണം 0-ൽ എത്തിയപ്പോൾ എത്രയാണ് എത്തി? 10 മീറ്റർ പെർ സെക്കൻഡ് എത്തി. അത് കഴിഞ്ഞ് 6 സെക്കൻഡ് ആയപ്പോൾ എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെ എത്തി. 10 മീറ്റർ പെർ സെക്കൻഡ്. 8 സെക്കൻഡ് ആയപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് എത്തിയത്. അടുത്ത 10 സെക്കൻഡ് ആയപ്പോൾ 10 സെക്കൻഡ് തന്നെയാണ് എത്തിയത്. 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ എല്ലാരും 10-ൽ തന്നെയാണ്. അതായത് ടൈം എത്ര മാറിയിട്ടും വെലോസിറ്റി എത്ര തന്നെയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ്. അതായത് സമയം എത്ര മാറിയപ്പോഴും പ്രവേഗം 10-ൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ഒരു നേർരേഖ ആയിരിക്കും. നമുക്ക് വരച്ചു നോക്കാം. വരച്ചു. ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടുന്നത്. സ്ട്രെയിറ്റ് ലൈൻ. ഇനി നിങ്ങൾക്ക് ചോദിക്കുന്ന ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം എത്രയാണെന്നായിരിക്കും ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാതിരിക്കും. നമുക്ക് നോക്കിയാൽ മതി, വെലോസിറ്റിയും ഉണ്ട് ടൈമും ഉണ്ട്. ഇത് നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കണമെന്നേ ഉള്ളൂ. വെലോസിറ്റിയും ഉണ്ട് ടൈമും ഉണ്ട്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കണ്ടെത്താം? കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നതുപോലെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് താഴെ, അതായത് സ്ഥാനാന്തരത്തിന് താഴെ ടൈമിനെ ഭാഗിച്ചേക്കുകയാണ്, അതായത് ഡിവൈഡ് ചെയ്തേക്കുകയാണ്. ഈ ഡിവൈഡ് ചെയ്തത് = ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി മാറും? മൾട്ടിപ്ലൈ, അതായത് ഗുണിക്കണം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈം അഥവാ പ്രവേഗം ഗുണം സമയം. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണേണ്ടത്. പക്ഷെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് at 8 സെക്കൻഡ്. 8 സെക്കൻഡ് ആയപ്പോൾ ഇതിന്റെ പ്രവേഗം എത്ര എന്നാണ് ചോദ്യം. Find the displacement at 8 seconds. Find the displacement at 8 seconds. Sorry, displacement സ്ഥാനാന്തരം. ഇത് find the displacement at 8 seconds. അപ്പൊ സ്ഥാനാന്തരം 8 സെക്കൻഡിൽ ഇതിന്റെ സ്ഥാനാന്തരം എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം 8 സെക്കൻഡ് ആകുമ്പോൾ നേരത്തെ വരച്ച പോലെ വരാം.
വരച്ചു. 8 സെക്കൻഡ് 0 2 4 6 8 8 വരെയാണ്. 8 വരെ. അപ്പൊ ഇത് തൊട്ട് ഇതുവരെ 8 സെക്കൻഡ് ഇതുവരെ. നമുക്കിപ്പോ ഇതിന്റെ ഷേപ്പ് അറിയാം. ഇതൊരു ചതുര ഷേപ്പാണ്, അതായത് റെക്ടാംഗിളിന്റെ ഷേപ്പാണ്. അതാ പോയിട്ടുണ്ട്, റെക്ടാംഗിളിന്റെ ഒരു ഷേപ്പിലാണ് ഇത് പോയിട്ടുള്ളത്. നമുക്ക് ആ റെക്ടാംഗിൾ എന്ത് കൊടുക്കാം? ഒരു പേര് കൊടുക്കാം. റെക്ടാംഗിളിന് ഒരു പേര് കൊടുക്കാം. A B C D. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 8 സെക്കൻഡ് അല്ലെങ്കിൽ 0 to 8 സെക്കൻഡ്. 0 മുതൽ 8 വരെ ഉള്ള അവിടത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? നമ്മുടെ ചോദ്യം ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 0 to 8 സെക്കൻഡ്. 0 മുതൽ 8 സെക്കൻഡ് വരെ ഉള്ള ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം എത്രയെന്നാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ 0 മുതൽ 8 വരെ എടുക്കുന്നത്. നമ്മുടെ ഗ്രാഫിന്റെ ഷേപ്പ് നമ്മൾ അടയാളപ്പെടുത്താം. ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചതുരം അല്ലെങ്കിൽ റെക്ടാംഗിൾ. ആ റെക്ടാംഗിൾ നമ്മൾ പേര് കൊടുത്തു ABCD. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ റെക്ടാംഗിൾ അല്ലെങ്കിൽ ഈ ചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഏരിയ എന്ന് പറഞ്ഞാൽ വിസ്തീർണം. നമുക്കറിയാം ചതുരത്തിന്റെ റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നീളം ഗുണം വശം, നീളം ഗുണം ഈ ബ്രെഡ്ത്ത്. അപ്പം റെക്ടാംഗിൾ എന്ന് പറയാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ നമുക്ക് ലെങ്ത് നോക്കാം. ലെങ്ത് എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ. 0 AC എന്ന് പറഞ്ഞാൽ 0 to 10 വരെ. 0 to 10 വരെ. അപ്പൊ ഇതാണ് ലെങ്ത്. എന്ന് പറഞ്ഞാൽ 0 to L എന്ന് പറഞ്ഞാൽ നീളം എന്ന് പറഞ്ഞാൽ 10. അടുത്തത് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് എടുക്കേണ്ടത്. ബ്രെഡ്ത്ത് എത്രയാണ്? 0 മുതൽ 8 വരെ. അപ്പൊ നമുക്ക് 0 മുതൽ 8 വരെ. ഇതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? 0 മുതൽ 8 വരെ. 0 to 8 മൊത്തം എത്രയാണ്? 8. അപ്പൊ നമുക്ക് റെക്ടാംഗിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. 10 into 8. 10 into 8 എത്രയാണ്? 80 മീറ്റർ. 80 മീറ്റർ ആണ് 0 to 8 സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ്, ഈ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ട്, ഞാൻ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു. ഇനി നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത് 2 to 8 വരെയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ 0 to 8 വരെ എടുത്തു. ഇത് നിങ്ങൾക്ക് എക്സാമിൽ 2 to 8 വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൂൽ എടുക്കണം. ഇങ്ങനെ എടുക്കണം. ടൂലിന്റെ പോയിന്റ് ഡിനോട്ട് ചെയ്ത് മുകളിലോട്ട് വരയ്ക്കണം. 2 മുതൽ 8 വരെ. 2 മുതൽ 8 വരെ. അപ്പൊ നിങ്ങളുടെ ലെങ്ത് അപ്പോഴും ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. ആ റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് തുല്യമാണ്. റെക്ടാംഗിളിന്റെ ചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് സ്ഥാനാന്തരത്തിന് തുല്യമാണ്. അപ്പൊ നമുക്ക് പ്രവേഗ സമയ ഗ്രാഫിൽ നിന്ന് സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നമുക്ക് ഇതുപോലെ 2 ഡിനോട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ചതുര ഷേപ്പ് ആ ചതുരത്തിന്റെ വിസ്തീർണം കണ്ടെത്തുമ്പോൾ ആൻസർ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞത് 2 മുതൽ 8 സെക്കൻഡ് വരെ ഉള്ളതാണെങ്കിൽ നോക്കാം. ലെങ്ത് എത്ര? ലെങ്ത് 0 മുതൽ 10 വരെ. ഇതേ ഡിസ്റ്റൻസ് 0 മുതൽ 10 വരെ. അപ്പൊ 10. ബ്രെഡ്ത്ത് നോക്കിക്കോണേ 2 മുതൽ 8 വരെ. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഈ ദൂരമാണ് എടുക്കേണ്ടത്. ഈ ദൂരം 8 അല്ല. ഈ ദൂരം 2 മുതൽ 8 വരെ. 2 മുതൽ 8 വരെയാണ്. അപ്പൊ നമുക്ക് 8 മൈനസ് 2. ഈ ദൂരം 2 മുതൽ 8 വരെയുള്ള ദൂരം. അപ്പൊ 8 മൈനസ് 2 ആൻസർ എത്ര? 6. ബ്രെഡ്ത്ത് 6. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് 10 ഗുണം 6 60 മീറ്റർ. അപ്പൊ നിങ്ങൾക്ക് വെലോസിറ്റി ടൈം ഗ്രാഫിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി 0 to 8 അല്ലെങ്കിൽ 2 to 6. ഇനി വേണമെങ്കിൽ 4 to 6 എടുക്കാം. 4 to 6 എടുത്താലും ഇതുപോലെ വരത്തുള്ളൂ. 4 to 6 ഇതുപോലെ
4 to 6. അപ്പോൾ ഈ റെക്ടാങ്കിളെ കിട്ടത്തുള്ളൂ. 4 to 6. ലെങ്ത് ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്ത് ഇത് മുതൽ ഇതുവരെ 0 to 10 വരെ, അതായത് 0 to 10 വരെ 10 ലെങ്ത് 10. ബ്രെഡ്ത്ത് നോക്കിക്കോളൂ. 6 to 4, 6 to 4, 4 മുതൽ 6 വരെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 6 minus 4 എത്രയാണ്? 2. അപ്പോൾ 10 into 2 20 മീറ്റർ. 20 മീറ്റർ. അപ്പൊ ഇതുപോലെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ സ്ഥിരം ചോദിക്കുന്നതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക, അതായത് പ്രവേഗ സമയ ഗ്രാഫിൽ നിന്ന് സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പോഴൊക്കെ നിങ്ങൾ ചെയ്യണമെന്നാണ് ഇതുപോലെ റെക്ടാങ്കിള് ഓരോ പോയിന്റ് എവിടെ ഏത് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ളത് അവിടെ നിന്ന് ഡിനോട്ട് ചെയ്ത് വരച്ചതിന് ശേഷം അതിന്റെ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ആ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം.